ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് 30 ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. അതിൽ ആദ്യത്തെ 5 ടേമുകളുടെ തുക എന്ന് പറയുന്നത് 30 കിട്ടുന്ന രീതിയിൽ. ലെറ്റ് എക്സ് ബി ദി മിഡിൽ ടേം. അതായത് ആദ്യത്തെ 5 ടേമുകളുടെ മിഡിൽ ടേം, തേർഡ് ടേമിനെ എക്സ് എന്ന് എടുക്കുന്നു. സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്നത് സം ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം ആണ്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത് 5 ഇൻറ്റു മിഡിൽ ടേം. അതായത് 5x ഈക്വൽ ടു 30, x ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 6. ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് 30 വരുന്ന രീതിയിലുള്ള അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ തേർഡ് ടേം അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ അത്തരത്തിലുള്ള 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. കോമൺ ഡിഫറൻസ് വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്ന സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. സീക്വൻസ് എന്ന് പറയുമ്പോൾ 4, 5, 6, 7, 8. ഇവിടെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 6 ആണ്. ആദ്യത്തെ 5 ടേംസ് ആണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ സം എന്ന് പറയുന്നത് 30. കോമൺ ഡിഫറൻസ് 2 ആക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 2, 4, 6, 8, 10. കോമൺ ഡിഫറൻസ് 4 ആക്കിക്കൊണ്ടാണെങ്കിൽ -2, 2, 6, 10, 14. കോമൺ ഡിഫറൻസ് കൺസിഡർ ചെയ്തിട്ട് മിഡിൽ ടേമിൽ നിന്ന് കുറയ്ക്കുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. അതിൽ നിന്ന് വീണ്ടും കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം. മിഡിൽ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ ഫോർത്ത് ടേം കിട്ടും. അതിൻ്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് ഫിഫ്ത്ത് ടേം കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം, the first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. Find the first 4 terms. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒന്നാം പദം ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1. ആദ്യത്തെ 4 ടേമുകളുടെ തുകയെന്ന് പറയുന്നത് 100. അങ്ങനെയെങ്കിൽ ആ 4 ടേംസ് എന്താണ് എന്നതാണ് ചോദ്യം. ഫസ്റ്റ് ടേം 1 തന്നിട്ടുണ്ട്. ലെറ്റ് ദ കോമൺ ഡിഫറൻസ് ബി ഡി. കോമൺ ഡിഫറൻസിനെ ഡി എന്ന് എടുക്കുകയാണ്. സെക്കൻഡ് ടേം ഈക്വൽ ടു 1 പ്ലസ് ഡി. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. തേർഡ് ടേം ഈക്വൽ ടു 1 പ്ലസ് 2d. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം. ഫോർത്ത് ടേം ഈക്വൽ ടു 1 പ്ലസ് 3d. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം കിട്ടും. ഈ ആദ്യത്തെ 4 ടേമുകളുടെ സം എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് ഡി പ്ലസ് 1 പ്ലസ് 2d പ്ലസ് 1 പ്ലസ് 3d ഈക്വൽ ടു 100. ദാറ്റ് ഈസ് 4 പ്ലസ് 6d ഈക്വൽ ടു 100. 6d ഈക്വൽ ടു 100 മൈനസ് 4 ഈക്വൽ ടു 96. d ഈക്വൽ ടു 96 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 16. അതായത് ആദ്യത്തെ ടേം 1ഉം ആദ്യത്തെ 4 ടേമുകളുടെ സമ്മ് 100 ആയിട്ട് വരുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ആ ടേംസ് എങ്ങനെയായിരിക്കും? ആദ്യത്തത് 1, അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും 17. വീണ്ടും അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ തേർഡ് ടേം കിട്ടും 33. വീണ്ടും കോമൺ ഡിഫറൻസ് 16 കൂട്ടുമ്പോൾ ഫോർത്ത് ടേം കിട്ടും 49. മൂന്നാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് the sum of the 2 terms on the 2 ends and the sum of the 2 terms in the middle are the same. ചോദ്യം പറയുന്നത്, ഏതെങ്കിലും അരിത്തമെറ്റിക് സീക്വൻസിലുള്ള അടുത്തടുത്തുള്ള 4 ടേംസിൽ അറ്റത്തുള്ള 2 ടേംസിൻ്റെ സം എന്ന് പറയുന്നത്
നടുക്ക് വരുന്ന രണ്ട് ടേംസിൻ്റെയും സമ്മിന് തുല്യമാണെന്ന് തെളിയിക്കണം. ലെറ്റ് എക്സ് ബി ദി ഫസ്റ്റ് ടേം ആൻഡ് ഡി ബി ദി കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമിനെ എക്സും കോമൺ ഡിഫറൻസിനെ ഡി ഒന്നും എടുക്കുകയാണ്. അതിലുള്ള 4 ടേംസ് ആയിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് 4 ടേംസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. കോൺസിക്യൂട്ടീവ് ടേംസിൽ ഫസ്റ്റ് 4 ടേംസ് കൺസിഡർ ചെയ്യുകയാണ്. എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ സെക്കൻഡ് ടേം, 2 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ തേർഡ് ടേം, 3 ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ ഫോർത്ത് ടേം കിട്ടും. ഇതിൽ സം ഓഫ് ദ 2 ടേംസ് ഇൻ ദ 2 ends, രണ്ടറ്റത്തുള്ള ടേംസിൻ്റെ സം എക്സ് പ്ലസ് 3d ഈക്വൽ ടു 2x പ്ലസ് 3d. അടുത്ത് നടുവിലുള്ള രണ്ട് ടേംസിൻ്റെ സം ഓഫ് ദ 2 ടേംസ് ഇൻ ദി മിഡിൽ എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d ഈക്വൽ ടു എക്സ് പ്ലസ് ഡി പ്ലസ് 2d equal to 2x plus 3d. Sum of the 2 terms on the 2 ends 2x plus 3d ആണ് കിട്ടുന്നത്. Sum of the 2 terms in the middle 2x plus 3d ആണ് കിട്ടുന്നത്. അതായത് രണ്ടറ്റത്തുള്ള ടേംസിൻ്റെ തുകയും നടുവിലുള്ള ടേംസിൻ്റെ തുകയും നമുക്ക് ഈ കൺസിഡർ ചെയ്തതനുസരിച്ച് 2x plus 3d ആണ് കിട്ടുന്നത്. ഏത് 4 ടേംസ് എടുത്താലും ഇത് ശരിയാവും. നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ആദ്യത്തെ 4 ടേം വെച്ചാണ് ഇത് തെളിയിച്ചത്. 4ാമത്തെ ചോദ്യം. റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് 100 ആസ് ദി സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ്. 4 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. അതിൽ ആദ്യത്തെ 4 ടേംസുകളുടെ തുക സം എന്ന് പറയുന്നത് 100 കിട്ടുന്ന രീതിയിൽ. ലെറ്റ് ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ബി പി, ക്യു, ആർ ആൻഡ് എസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 4 ടേംസിന് പി, ക്യു, ആർ, എസ് എന്ന് എടുക്കുകയാണ്. ഇനി 3ാമത്തെ ചോദ്യത്തിൽ 4 ടേംസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറ്റത്തുള്ള 2 ടേംസിൻ്റെ തുകയും നടുവിലുള്ള 2 ടേമിൻ്റെ തുകയും സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ 4 ടേംസിൻ്റെ തുക 100 ആയ സ്ഥിതിക്ക് നടുവിൽ വരുന്ന 2 ടേംസിൻ്റെ തുകയും അറ്റത്ത് വരുന്നതും തുല്യമാകണം. ഇവിടെ അറ്റത്ത് വരുന്ന പിയും എസ്സും, പി പ്ലസ് എസ് എന്ന് പറയുന്നത് 50, ക്യൂ പ്ലസ് ആർ എന്ന് പറയുന്നതും 50. 4 തുക 100, 2 ഈക്വൽ ആകണമെങ്കിൽ 2 തുക നമുക്ക് കിട്ടുന്നത് അറ്റത്തുള്ളത് 50, നടുവിലുള്ള 2 50 ആയിരിക്കണം. അപ്പം മിഡിൽ ടേംസ്, 2 മിഡിൽ ടേമുകളുടെ സം എന്ന് പറയുന്നത് 50. ആ രീതിയിൽ നമ്മൾ 4 അരിത്തമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് 50 മിഡിൽ ടേംസിൻ്റെ സമ്മായിട്ട് കിട്ടുന്നത് 20, 30. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും എന്താണെന്ന് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് 30 മൈനസ് 20 ഈക്വൽ ടു 10. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 20 മൈനസ് 10 ഈക്വൽ ടു 10. ഫോർത്ത് ടേം 30 പ്ലസ് 10 ഈക്വൽ ടു 40. സോ ദ സീക്വൻസ് ഈക്വൽ ടു 10, 20, 30, 40 എക്സെട്ര. ഈ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ 4 ടേംസിൻ്റെയും തുക 100 ആണ്. ഇനി കോമൺ ഡിഫറൻസിനെ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് നമുക്കിതേപോലെ വേറെ 3 അരിത്തമെറ്റിക് സീക്വൻസുകൾ എഴുതാം. പക്ഷേ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് മിഡിൽ ടേമിൻ്റെ സം എന്ന് പറയുന്നത് 50 ആകണം. ആദ്യം കൺസിഡർ ചെയ്യുന്ന മിഡിൽ ടേംസിൻ്റെ സം 24, 26 എടുക്കുകയാണ്. അപ്പോൾ സം 50 കിട്ടും. കോമൺ ഡിഫറൻസ് ഇവിടെ 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം 22, 24, 26, 28. ഇനി അടുത്ത മിഡിൽ ടേമിൻ്റെ സം 50 കിട്ടുന്ന രീതിയിൽ 18ഉം 32ഉം കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടേം 4 എന്ന് കിട്ടും, ഫോർത്ത് ടേം 46. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ 4, 18, 32, 46. കോമൺ ഡിഫറൻസ് 14 ആണ്. അടുത്ത്
മിഡിൽ ടേമിൻ്റെ രണ്ട് സം 50 കിട്ടണമെങ്കിൽ 15ഉം 35ഉം ആണ് കൺസിഡർ ചെയ്യുന്നത്. കോമൺ ഡിഫറൻസ് 20 ആണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് -5, 15, 35, 55. ഇങ്ങനെ മിഡിൽ ടേം 50 തുക വരുന്ന രീതിയിൽ കോമൺ ഡിഫറൻസിനെ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് വേറെയും അരിത്തമെറ്റിക് സീക്വൻസുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ആദ്യത്തെ 4 ടേമിൻ്റെ സം എന്ന് പറയുന്നത് 100. അഞ്ചാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. ഒന്നാമത്തത് ഫസ്റ്റ് ടേം 30, സം ഓഫ് ദി ഫസ്റ്റ് 3 ടേംസ് ഈസ് 300. രണ്ടാമത്തത് ഫസ്റ്റ് ടേം 30, സം ഓഫ് ദി ഫസ്റ്റ് 4 ടേംസ് ഈസ് 300. മൂന്നാമത്തത് ഫസ്റ്റ് ടേം 30, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 300. നാലാമത്തത് ഫസ്റ്റ് ടേം 30, ദ സം ഓഫ് ദ ഫസ്റ്റ് 6 ടേംസ് ഈസ് 300. ചോദ്യം പറയുന്നത് താഴെ പറഞ്ഞിരിക്കുന്ന 4 തരത്തിൽ പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസുകളുടെ ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 പദം എന്താണെന്നാണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ ഫസ്റ്റ് ടേം 30 എന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് ദി ഫസ്റ്റ് 3 ടേംസ് 300 എന്നും തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ ടു 300. സം ഓഫ് n ടേംസ് ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം. ഇവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്. 3 ഇൻറ്റു സെക്കൻഡ് ടേം ഈക്വൽ ടു 300. സെക്കൻഡ് ടേം ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 100. ചോദ്യത്തിൽ ഫസ്റ്റ് ടേം 30 എന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈക്വൽ ടു 100 മൈനസ് 30 ഈക്വൽ ടു 70. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് 30, 100, 170. രണ്ടാമത്തെ ചോദ്യത്തിൽ ഫസ്റ്റ് ടേം 30 എന്നും തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈക്വൽ ടു 300 എന്നും തന്നിട്ടുണ്ട്. പഠിച്ചൊരു റിസൾട്ട് അനുസരിച്ച് സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേം, സം ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ടേം ഈക്വൽ എന്നറിയാം. അതായത് പൊസിഷനുകളുടെ സം സെയിം ആണെങ്കിൽ ടേമുകളുടെ സമ്മും സെയിം ആയിരിക്കും. 1 + 4 എന്ന് പറയുന്നതും 5 ആണ്. 2 + 3 എന്ന് പറയുന്നതും 5 ആണ്. ഇവയുടെ പൊസിഷൻ സെയിം ആയത് കാരണം, പൊസിഷൻ്റെ സമ്മ് സെയിം ആയത് കാരണം അവരുടെ ടേംസിൻ്റെ സമ്മും സെയിം ആയിരിക്കും. ആദ്യത്തെ 4 ടേമുകളുടെ സമ്മ് 300, അതിൽ ഒന്നാമത്തെയും നാലാമത്തതും അതുപോലെ രണ്ടാമത്തതിൻ്റെയും മൂന്നാമത്തെയും ടേംസിൻ്റെ സമ്മ് ഈക്വൽ ആയത് കാരണം സമ്മെന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെയും ഫോർത്തിൻ്റെയും 300 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 150. അത് തന്നെയായിരിക്കും സെക്കൻഡിൻ്റെയും തേർഡ് ടേമിൻ്റെയും സമ്മും. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം ഈക്വൽ ടു 150. ഫസ്റ്റ് ടേം 30 എന്ന് തന്നിട്ടുണ്ട്. 30 പ്ലസ് ഫോർത്ത് ടേം ഈക്വൽ ടു 150. ഫോർത്ത് ടേം ഈക്വൽ ടു 150 മൈനസ് 30 ഈക്വൽ ടു 120, 120. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാലേ സീക്വൻസിലുള്ള ബാക്കി ടേംസിൻ്റെ കാര്യം അറിയാൻ പറ്റുള്ളൂ. ഫോർത്ത് ടേമും ഫസ്റ്റ് ടേമും എന്താണെന്നറിയാം. അത് വെച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഈക്വൽ ടു 120 മൈനസ് 30 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 ഈക്വൽ ടു 90 ബൈ 3 ഈക്വൽ ടു 30. കോമൺ ഡിഫറൻസ് 30 എന്ന് കിട്ടി. അപ്പോൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള സീക്വൻസ് 30, 60, 90, 120. ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിൽ
ഫസ്റ്റ് ടേം 30 എന്നും സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 300 എന്നും തന്നിട്ടുണ്ട്. സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n ഇൻറ്റു മിഡിൽ ടേം ആണ്. ഇവിടെ ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത് കാരണം മിഡിൽ ടേം എന്ന് പറയുന്നത് തേർഡ് ടേം ആയിരിക്കും. തേർഡ് ടേം ഇൻറ്റു n എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അപ്പോൾ തേർഡ് ടേം ഇൻറ്റു 5 ഈക്വൽ ടു 300. തേർഡ് ടേം ഈക്വൽ ടു 300/5 ഈക്വൽ ടു 60. ഫസ്റ്റ് ടേം 30 എന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിച്ചാലേ ബാക്കി ടേംസിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 60 മൈനസ് 30 ബൈ 3 മൈനസ് 1 ഈക്വൽ ടു 30/2 ഈക്വൽ ടു 15. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് 30, 45, 60, 75. നാലാമത്തെ ചോദ്യത്തിൽ ഫസ്റ്റ് ടേം 30യും സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് എന്ന് പറയുന്നത് 300ഉമാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പൊസിഷൻസിൻ്റെ സമ്മ് സെയിം ആണെങ്കിൽ അതിൻ്റെ ടേംസിൻ്റെ സമ്മ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൻ്റെയും 6th ടേമിൻ്റെ സമ്മും സെക്കൻഡ് ടേമിൻ്റെയും 5th ടേമിൻ്റെ സമ്മും അതുപോലെ തേർഡ് ടേമിൻ്റെയും 4th ടേമിൻ്റെ സമ്മ് ഈക്വൽ ആയിരിക്കും. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ പൊസിഷൻ്റെ സമ്മ് എന്ന് പറയുന്നത് 7 ആണ്. ഫസ്റ്റ് 6 ടേംസിൻ്റെ സം 300 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ പറഞ്ഞ റിസൾട്ട് ഫസ്റ്റിൻ്റെയും 6th-ൻ്റെയും സെക്കൻഡിൻ്റെയും 5th-ൻ്റെയും തേർഡിൻ്റെയും 4th-ൻ്റെയും ടേംസിൻ്റെ സമ്മ് സെയിം ആയത് കാരണം ഫസ്റ്റിൻ്റെ 6th-ൻ്റെയും അതുപോലെ ഓരോന്നിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 300/3 ഈക്വൽ ടു 100. അതായത് 100 ആയിരിക്കും ഫസ്റ്റ് ടേമിൻ്റെയും 6th ടേമിൻ്റെ സമ്മും അതുപോലെ സെക്കൻഡ് ടേമിൻ്റെയും 5th ടേമിൻ്റെ സമ്മും അതുപോലെ തേർഡ് ടേമിൻ്റെയും 4th ടേമിൻ്റെ സമ്മ്. ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം ഈക്വൽ ടു 100. ഫസ്റ്റ് ടേം 30 എന്ന് തന്നിട്ടുണ്ട്. 30 പ്ലസ് 6th ടേം ഈക്വൽ ടു 100. 6th ടേം ഈക്വൽ ടു 100 മൈനസ് 30 ഈക്വൽ ടു 70. അപ്പോൾ ഇനി കോമൺ ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞാൽ സീക്വൻസിലെ ബാക്കി ടേംസിനെ കുറിച്ച് പറയാൻ പറ്റൂ. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 70 മൈനസ് 30/6 മൈനസ് 1. അതായത് ഫസ്റ്റ് ടേം 30 എന്ന് നമുക്കറിയാം, 6th ടേം 70 എന്നും അറിയാം. ഈക്വൽ ടു 40/5 ഈക്വൽ ടു 8. കോമൺ ഡിഫറൻസ് 8, ഫസ്റ്റ് ടേം 30. അപ്പോൾ സീക്വൻസ് എന്ന് പറയുന്നത് 30, 38, 46, 54, 62. ആറാമത്തെ ചോദ്യം. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. ഒന്നാമത്തെ ചോദ്യം, what is the third term of the sequence? രണ്ടാമത്തെ ചോദ്യം, what is the 8th term? മൂന്നാമത്തെ ചോദ്യം, what are the first 3 terms of the sequence? ചോദ്യം പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 5 പദങ്ങളുടെ തുകയെന്ന് പറയുന്നത് 150ഉം ആദ്യത്തെ 10 പദങ്ങളുടെ തുകയെന്ന് പറയുന്നത് 550ഉമാണ്. 550, ആദ്യത്തേത് 5 പദങ്ങളുടേത് 150ഉമാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ്? സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം. അപ്പോൾ ഇവിടെ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് തന്നിട്ടുണ്ട്. അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നതാണ് തേർഡ് ടേം. 5 ഇൻറ്റു തേർഡ് ടേം ഈക്വൽ ടു 150. തേർഡ് ടേം ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 30. ഇനി രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ 8th ടേം? 8ാമത്തെ ടേം എന്താണെന്നാണ്. 6th ടേം തൊട്ട് 10th ടേം വരെയുടെ സം കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ 10 ടേമുകളുടെ സം എന്ന് പറയുന്നത് 550,
അതിൽ നിന്ന് ആദ്യത്തെ 5 ടേമുകളുടെ സമ്മായ 150 കുറച്ചാൽ മതി. സം ഓഫ് 6th ടേം ടു 10th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് മൈനസ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈക്വൽ ടു 550 minus 150 equal to 400. ഈ 6th ടേം തൊട്ട് 10th ടേം വരെ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ മിഡിൽ ടേം ആയിരിക്കും 8th ടേം. ദാറ്റ് ഈസ് 8th ടേം ഈസ് ദ മിഡിൽ ടേം ഓഫ് ദ സീക്വൻസ് ഫ്രം ദ 6th ടേം ടു ദ 10th ടേം. സം ഓഫ് ദ ടേംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n ഇൻറ്റു മിഡിൽ ടേം, അതായത് 8th ടേം ഇൻറ്റു 5 equal to 400. 8th term equal to 400 divided by 5 equal to 80. അടുത്തത് ഫസ്റ്റ് 3 ടേംസ്. ആദ്യത്തെ 3 ടേംസ് എന്താണെന്നാണ് സീക്വൻസിൻ്റെ. നമുക്ക് 3rd ടേം 30 എന്നും 8th ടേം 80 എന്നറിയാം. അത് വെച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഈക്വൽ ടു 80 മൈനസ് 30 ബൈ 8 മൈനസ് 3 ഈക്വൽ ടു 50 ബൈ 5 ഈക്വൽ ടു 10. കോമൺ ഡിഫറൻസ് 10. 3rd ടേം 30 എന്നറിയാം. അപ്പം സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 30യിൽ നിന്ന് 10 കുറച്ചാൽ കിട്ടും 20. അതിൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും 10. 10, 20, 30. ഇതാണ് ഈ സീക്വൻസിൻ്റെ ആദ്യത്തെ 3 ടേംസ്. 7ാമത്തെ ചോദ്യം. ദ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. പ്രൂവ് ദാറ്റ് ഇറ്റ്സ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. ചോദ്യം പറയുന്നത് പെൻറ്റഗൺ, 5 സൈഡുള്ള പോളിഗണാണ് പെൻറ്റഗൺ എന്ന് പറയുന്നത്. അതിലുള്ള ആംഗിൾസ് എന്ന് പറയുന്ന 5 ആംഗിൾ കാണും. ആ ആംഗിൾ അരിത്തമെറ്റിക് സീക്വൻസിലാണ്. അതിൽ ഏറ്റവും ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 36 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയേണ്ടത്. ആ ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാണെങ്കിൽ അതിലെ ചെറിയ ആംഗിൾ 36 ഡിഗ്രിയേക്കാളും കൂടുതലാണെന്ന് തെളിയിക്കണം. Sum of inner angles of n-sided polygon equal to n minus 2 into 180. n സൈഡുള്ള ഒരു പോളിഗൻ്റെ അകത്തുള്ള ആംഗിൾസ്, കോണുകളുടെ തുക എന്ന് പറയുന്നത് n മൈനസ് 2 ഇൻറ്റു 180 ആണ്. ഇവിടെ 5 സൈഡുള്ളതാണ്. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് 5 സൈഡഡ് പോളിഗൺ ഈക്വൽ ടു 5 മൈനസ് 2 into 180 equal to 3 into 180 equal to 540. അതായത് ഈ പറഞ്ഞ ആംഗിൾസുകളുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസുകളുടെ സം എന്ന് പറയുന്നതാണ് 540. അപ്പോൾ അതിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ 3ാമത്തെ ആംഗിൾ ആയിരിക്കും അതിൻ്റെ മിഡിൽ ടേം അല്ലെങ്കിൽ മിഡിൽ ആംഗിൾ എന്ന് പറയുന്നത് ആ സീക്വൻസിലെ. അപ്പോൾ സം എന്ന് പറയുന്നത് n ഇൻറ്റു മിഡിൽ ടേം ആണ്. 5 ഇൻറ്റു മിഡിൽ ടേം ഈക്വൽ ടു 540. 5 ഇൻറ്റു തേർഡ് ടേം ഈക്വൽ ടു 540. മിഡിൽ ടേം ഈക്വൽ ടു 540 ബൈ 5 ഈക്വൽ ടു 108, 108 ഡിഗ്രി. അതായത് മിഡിൽ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 108 ആണ്. ഇനി ഒരു റിസൾട്ട് അറിയാം. എ ബി സി D, E are the 3 consecutive terms of an arithmetic sequence, then A plus E by 2 equal to C. അതായത് അടുത്തടുത്തുള്ള 5 ടേംസുകളാണ് ഈ എ ബി സി ഡി ഇ എന്ന് പറയുന്നതെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ അതിൻ്റെ 2 അറ്റത്തുള്ള ടേംസിൻ്റെ തുക ബൈ 2 എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ ടേം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യ 5 ടേംസ് ഉണ്ട്. അതിൻ്റെ മിഡിൽ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര, അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 108 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേമും 5th ടേമുമാണ് അതിൻ്റെ 2 അറ്റത്തുള്ള ടേംസ്. അതിൻ്റെ സം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 2 ടൈംസ് ദ മിഡിൽ ടേം ആയിരിക്കും. അതായത്
ഫസ്റ്റ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 108 ഇൻറ്റു 2 ഈക്വൽ ടു 216. ഇനി നമുക്ക് വരാം, ഏറ്റവും ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതലായിരിക്കും അടുത്ത, കാരണം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് വരുമ്പോൾ അങ്ങോട്ടുള്ള എല്ലാം ഗ്രേറ്റർ ആംഗിൾ. അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം, അതായത് ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് സ്മോളർ ആംഗിൾ 36 ഡിഗ്രിയേക്കാളും കൂടുതലാണെന്ന് പറയണം. നമ്മൾ വിചാരിക്കുകയാണ് ചെറിയ ആംഗിൾ 36 ഡിഗ്രി ആണെന്ന്. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 36 ഡിഗ്രി, then first term plus fifth term equal to 216, fifth term equal to 216 minus 36 equal to 180, 180 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്, which is not possible. ആ കോണിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ആംഗിൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ്, ഒരു വെർട്ടെക്സ് ഒരു മൂല പോലെ അവിടെ കിട്ടില്ല. നല്ല സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ആംഗിൾ 180 വരെയാണെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ എന്ന് വന്നാലും 36-നേക്കാൾ കുറവെടുത്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പെൻറ്റഗണിൻ്റെ സൈഡ്സ് ചരിഞ്ഞ വരുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഓരോ വെർട്ടിസസും കിട്ടൂല. 180 ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് പറഞ്ഞത്, അവിടെ ഒരു വെർട്ടിസ് ഇല്ലാതെ. എങ്ങനെയായാലും 36 ആണെങ്കിൽ നമുക്ക് അങ്ങനൊരു പെൻറ്റഗൺ പോസിബിൾ അല്ല. അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിൾ എന്തായിരിക്കും, ലെസ് ദാൻ ആയിരിക്കില്ല, ഈക്വൽ ടു ആയിരിക്കില്ല, പിന്നെ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി ആയിരിക്കും.